Hey guys, welcome back to NK Edit. So guys, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ട ഒരു കിഡ്ലൻ ട്രാൻസിഷൻ എങ്ങനെ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇത് പറഞ്ഞാൽ CapCut യൂസേഴ്സിന് വേണ്ടിയിട്ടാണ്. CapCut യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സോ ഗൈസ് നമുക്ക് അധികം ലാഗ് അടിപ്പിക്കാതെ തന്നെ നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ് ഈ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് ഞാനിവിടെ CapCut ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മൾ വീഡിയോസ് ആണെങ്കിൽ വീഡിയോസ്, അല്ലെങ്കിൽ ഫോട്ടോസ് ആണെങ്കിൽ ഫോട്ടോസ്, ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഏതാണോ എഡിറ്റ് ചെയ്യുന്നത് അത് വന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ ക്ലിപ്സൊക്കെ ഇതേപോലെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലിപ്സ് എടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബീറ്റിനനുസരിച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായതുകൊണ്ട് സോങ്ങും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ സോങ്ങൊക്കെ ആഡ് ചെയ്ത് കറക്റ്റ് ബീറ്റും കാര്യങ്ങളൊക്കെ നോക്കുക. ദെൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ക്ലിപ്പ് കറക്റ്റായി അറേഞ്ച് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ ആ ഒരു ക്ലിപ്പ് ഇതേപോലെ സെലക്ട് ചെയ്യുക. ദെൻ നമ്മൾ ആനിമേഷനിലേക്ക് പോവുക. ആനിമേഷൻ അപ്പോൾ നമുക്ക് ഇതേപോലെയാണ് കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് നോ ഇൻ്റർനെറ്റ് കണക്ഷൻ എന്നാണ് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഒരു VPN കറക്റ്റായിട്ട് കണക്ട് ചെയ്യുക. VPN കണക്ട് ചെയ്താലേ നമുക്കുള്ള എഫക്ട്സും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ VPNും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ കറക്റ്റായിട്ട് അതിലുള്ള ആനിമേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇതിൽ നമുക്ക് റോക്ക് വെർട്ടിക്കലി എന്നുള്ള ആ ഒരു എഫക്റ്റാണ്, ആ ഒരു ആനിമേഷനാണ് വേണ്ടത്. അത് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ അതിൻ്റെ ടൈം എന്ന് പറയുന്നത് ഇതേപോലെ 0.5 സെക്കൻഡ്സ് ആക്കി കൊടുക്കുക. ദെൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ എല്ലാ ക്ലിപ്പിലും കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇവിടെ നിന്ന് തന്നെ മൂവ് ചെയ്ത് എല്ലാ ക്ലിപ്പിലും കറക്റ്റായിട്ട് ഇതേപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് 4 ക്ലിപ്പാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 4 ക്ലിപ്പിലും കറക്റ്റായിട്ട് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ദെൻ നമ്മളിനി എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് എഫക്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ എഫക്ട്സ് ക്ലിക്ക് ചെയ്യുക, വീഡിയോ എഫക്ട്സിലേക്ക് പോവുക. വീഡിയോ എഫക്ട്സിൽ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്യേണ്ടത് പറഞ്ഞാൽ ഒരു ചെറിയ സ്വിങ് എഫക്റ്റ് ആണ്. അതിനുവേണ്ടി നമ്മൾ നൈറ്റ് ക്ലബ്ബ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഒരു എഫക്റ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് റീബൗണ്ട് സ്വിങ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. ആ ഒരു എഫക്റ്റ് നമ്മൾ ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ദെൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വീഡിയോ എൻഡ് വരെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ ഫുൾ അതിൻ്റെ സ്വിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ഇതിൽ നമ്മൾ അഡ്ജസ്റ്റിൽ വരിക. സ്പീഡ് നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ വീഡിയോക്ക് അനുസരിച്ച് നിങ്ങൾ സ്പീഡും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു 50 ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സൈസ് വന്ന് ഞാനിപ്പോൾ ഒരു 30 ആക്കി കൊടുക്കുന്നുണ്ട്. ഇൻറ്റൻസിറ്റി വന്ന് 10ലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇൻറ്റൻസിറ്റി, ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വീഡിയോ അനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഞാൻ ഇതേപോലെ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു എഫക്റ്റ് ആഡ് ചെയ്യണം. എഗെയിൻ നമ്മൾ വീഡിയോ എഫക്ട്സിലേക്ക് വരിക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് നിലയിലേക്ക് പോവുക. ഇവിടെ നമുക്ക് ഡയമണ്ട് സൂം എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. അത് വന്ന് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് വന്ന് നമുക്ക് വീഡിയോയുടെ ഫുള്ളായിട്ട് വേണമെന്നില്ല. നമുക്ക് എന്ത് ചെയ്യുക, വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടിൽ കുറച്ച് മാത്രമേ ഉണ്ടൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ഡയമണ്ട് സൂം നിങ്ങൾക്ക് ഫസ്റ്റ് പോർഷൻ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഇതിൽ അഡ്ജസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതായത് ആ ഡയമണ്ട് സൂമിൽ അഡ്ജസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സൈസ് വന്ന് 100 ആക്കി കൊടുക്കുക. ബാക്കിയൊന്നും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. ബാക്കി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ നമ്മളിത് ഒരു കോപ്പി എടുത്തിട്ട് എല്ലാ വീഡിയോയിലും ഫസ്റ്റ് പോർഷനിൽ വന്നിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. എല്ലാവരുടെയും ഫസ്റ്റ് പോർഷനിലാണ് ഇത് അറേഞ്ച് ചെയ്യേണ്ടത്. ഞാൻ ഇപ്പോൾ 4 ക്ലിപ്പ് എടുത്തിട്ടുള്ളതുകൊണ്ട് 4 കോപ്പി എടുക്കുക. ദെൻ നമ്മൾ എല്ലാവരുടെയും ഫസ്റ്റ് പോർഷനിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഡയമണ്ട് സൂം എല്ലാവരിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ കണ്ടില്ലേ, കറക്റ്റായിട്ട് ആ ഒരു ഡയമണ്ട് സൂമും എല്ലാം കറക്റ്റായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ബ്ലർ കൊണ്ടുവരണം. എഗെയിൻ നമ്മൾ വീഡിയോ എഫക്ട്സിലേക്ക് പോവുക. ഇവിടെ നമ്മൾ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്ങിൽ തന്നെ ഒബ്ലിക് ബ്ലർ എന്ന് പറഞ്ഞൊരു ബ്ലർ ഉണ്ട്. അത് ഇതേപോലെ സെലക്ട് ചെയ്ത് ടിക്ക് മാർക്ക് കൊടുക്കുക. ഇതും നമ്മൾ ആ ഒരു ഡയമണ്ട് സൂമിൻ്റെ അത്ര സൈസ് മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. അതായത് വീഡിയോ ഫുള്ളായിട്ട് ആ ഒരു ബ്ലറിൻ്റെ ആവശ്യമില്ല. ഇതേപോലെ നമ്മൾ കറക്റ്റായി സെറ്റ് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റിലേക്ക് വരിക. അഡ്ജസ്റ്റിലേക്ക് വന്ന ശേഷം നമ്മളിതിൽ ബ്ലർ വന്ന് 100 ആക്കി കൊടുക്കുക. അതുപോലെ റൊട്ടേറ്റ് വന്ന് 50 ആക്കി കൊടുക്കുക. ഇതും നിങ്ങൾക്ക് ഓപ്ഷനിലാണ്. അതായത് നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈലിൽ നിങ്ങൾ ബ്ലറും റൊട്ടേറ്റൊക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാ ഈ ഒരു രീതിക്കായിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതും നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ, അതായത് നമ്മൾ അടുത്ത ക്ലിപ്പിലേക്ക് കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ അഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി എടുക്കുക, അടുത്ത വീഡിയോയിലേക്ക് കറക്റ്റായി സെറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ എന്തായാലും കറക്റ്റായി ഫോളോ ചെയ്യുക. അതായത് ഡയമണ്ട് സൂം, ഒബ്ലിക് ബ്ലർ, ഇത് രണ്ടും ഒരേ സൈസിൽ നമ്മളെ വീഡിയോയിൽ എത്ര ക്ലിപ്പാണോ എടുക്കുന്നത് അത്രയും ക്ലിപ്പിൽ നമ്മളിത് കറക്റ്റായി സെറ്റ് ചെയ്യുക. ദെൻ നമ്മളിത് പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതാ കറക്റ്റായിട്ട് ഇതേപോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ എഫക്ട്സും ആനിമേഷൻസൊക്കെയാണ്, അതായത് എഫക്ട്സ് ആനിമേഷൻസൊക്കെയാണ് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് ഒരു ട്രാൻസിഷൻ കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ട്രാൻസിഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ട്രാൻസിഷൻസും കാര്യങ്ങളും കിട്ടണമെങ്കിലും നമുക്ക് VPN ആവശ്യമാണ്. അതായത് VPN ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിലുള്ള എല്ലാ എഫക്ട്സും കിട്ടുള്ളൂ.
ഇതിൽ നമ്മൾ ക്യാമറ നിലയിലേക്ക് പോയ ശേഷം നമുക്കിവിടെ പുൾ ഔട്ട് എന്നുള്ള ഒരു എഫക്റ്റ് ഉണ്ടാവും, മീൻസ് ട്രാൻസിഷൻ ഉണ്ടാവും. അത് നമ്മൾ കൊടുക്കുക. ഇവിടെ വന്ന് നമ്മളതിൻ്റെ ടൈമിംഗ് വന്ന് 0.6 സെക്കൻഡ്സിലേക്ക് കൊടുക്കുക. ദെൻ നമ്മളിത് അപ്ലൈ ടു ഓൾ കൊടുക്കുക, അതായത് എല്ലാ ക്ലിപ്പിലേക്കും അപ്ലൈ ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ടിക്ക് കൊടുത്താൽ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിത് പ്ലേ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ആനിമേഷനും ആ ഒരു ട്രാൻസിഷനും ഒക്കെ കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. സോ ഇത്രയും സിമ്പിളാണ് നമുക്ക് ക്യാപ്കട്ടിൽ ഒരു എഫക്റ്റും ട്രാൻസിഷൻസൊക്കെ മിക്സ് ചെയ്ത് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ക്യാപ്കട്ട് യൂസേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് കണ്ടിട്ട് ഈസിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാപ്കട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. സോ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതേപോലുള്ള വീഡിയോസ് ലഭിക്കാണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.